ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് അവിയലുണ്ടാക്കുന്ന ഒരു റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ചേന, പച്ചക്കായി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കുക. സാധനങ്ങളൊക്കെ ഇത് വെള്ളരിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പയറുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3 പിടി തേങ്ങ. ഇത് അരയ്ക്കുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്താണ് അരയ്ക്കുക. പിന്നെ ചെറിയ ഉള്ളിയൊന്നും ഞങ്ങൾ ചേർക്കാറില്ല, ജീരകവും ചേർത്തില്ല. ഇത് രണ്ടും ചേർത്താണ് അരയ്ക്കുക. ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന അവിയലൊന്ന് നമുക്ക് പരീക്ഷിച്ചോ, അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു നുള്ളു മുളക് പൊടിയും കൂടി, കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. റെഡിയാക്കിയ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്ത തേങ്ങ കേട്ടോ ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് തൈരും കൂടെ ചേർത്ത് അരച്ചാൽ മതി. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്കുണ്ട്. തേങ്ങയുടെ അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തൈരും കൂടെ ഒഴിക്കാം. ഇത് കുറച്ച് ലൂസുള്ള അവിയലാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തൈരാണ് എടുത്തത്. അതിന് പകുതി തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതിന് ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഈ അവിയലിൽ. ഇതാണ് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കുറച്ച് പഞ്ചസാര ലാസ്റ്റ് ചേർക്കുക. പുളിയുള്ള തൈരിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാരയും കൂടെ ലാസ്റ്റ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് അവിയലിന്. പിന്നെ കുറച്ച് വാങ്ങിയേക്കാൻ കാലത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് ഓഫാക്കാം. അപ്പോൾ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു.